ഹായ്, ഞാൻ ഷിറീജ് പൂനൂർ. PNR ക്രിയേഷൻ, സ്റ്റോറി വേൾഡ്, MF വേൾഡ് എന്നീ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ കേൾക്കുന്ന കഥകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന എഡിറ്ററാണ് ഞാൻ ആദ്യമായാണ് ഒരു ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നത്. കഴിഞ്ഞ ഒരു മാസത്തെ നോമ്പുകാലം കഴിഞ്ഞ് നമ്മൾ നാളെ ഈദ് ആഘോഷിക്കുകയാണല്ലോ. സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഈ പെരുന്നാൾ ദിനം എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യം നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ എല്ലാ ചാനലുകൾക്കും ഷാഹുൽ അവതരിപ്പിക്കുന്ന കഥകൾക്കും നിങ്ങൾ നൽകിയ വലിയ പിന്തുണയ്ക്കും സ്നേഹത്തിനും നന്ദി. ഞങ്ങളുടെയും PNR ക്രിയേഷൻസിൻ്റെയും ചെറിയ പെരുന്നാൾ ആശംസകൾ. ഈദ് മുബാറക്. പഞ്ചാഗ്നി പ്രണയം. രചന ആമി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ഐ ലവ് യു വിഷു. കാറ്റുപോലെ പറഞ്ഞവന്റെ അധരം അത്യധികം കൊതിയോടെ അവിടെ അധരത്തിലേക്കായി ചേർത്ത് വെച്ചു. ദീർഘചുംബനം, ആത്മാവിനെ പിടിച്ചെടുക്കും പോലെയുള്ള തീവ്രതയേറിയ ചുംബനം. അവളിലൂടെ അത്യധികം കൊതിയോടെയും ആഗ്രഹത്തോടെയും അവന്റെ കൈവിരലുകളും അധരങ്ങളും ചലിച്ചുകൊണ്ടിരുന്നു. അവന്റെ ഓരോ സ്പർശനത്തിലും അവൾ അവിടെ ബെഡിലായി കിടന്ന് പിടഞ്ഞു. അവളിലെ പെണ്ണിനെ തൊട്ടുണർത്തിയും ചുംബിച്ചുണർത്തിയും അവൻ അവളിലൂടെ നീളം അലഞ്ഞു നടന്നു. കൂടുതൽ ചിന്തകൾക്ക് നിൽക്കാതെ അവന്റെ കൈവിരലുകളാൽ അവളുടെ ആടകൾ അഴിഞ്ഞു വീണു. നാളത്താൽ കൂമ്പിയടഞ്ഞ മിഴികളിലേക്ക് തന്റെ അധരം ചേർത്ത് വെച്ചുകൊണ്ട് അവൻ അവളിലേക്ക് ചേർത്ത് വെച്ച് പുണർന്നു. മനസ്സുപോലെ ആ രാത്രിയിൽ അവരുടെ ശരീരവും ഒന്നായി ചേർന്ന് പുതിയ പ്രണയകാവ്യം രചിച്ചു. മോളലുകളും ശീൽക്കാരങ്ങളും കിതപ്പും ആ മുറിയുടെ 4 ചുമരുകൾക്കുള്ളിൽ തട്ടി മാറ്റൊലി കൊണ്ട് മണിക്കൂറുകൾക്കൊടുവിൽ അവളിലെ പെണ്ണിനെ പൂർണ്ണമായും അറിഞ്ഞവൻ കിതപ്പോടെ അവളുടെ മാറിലേക്കായി മുഖം ചേർത്ത് വെച്ച് കിടന്നു. അതേ നിമിഷം തന്നെ അവളുടെ കൈവിരലുകൾ അവനെ തന്നിലേക്കായി പൊതിഞ്ഞു പിടിച്ചവളുടെ മിഴികൾ ക്ഷീണത്താൽ പതിയെ കൂമ്പി അടഞ്ഞു. ചാടിത്തുള്ളിപ്പോയി ലീവ് കഥ കൂർന്ന് അകത്തേക്ക് കയറിയതിന് പുറമെ ഷാൻ അവൾക്ക് പുറകെ അകത്തേക്ക് കയറി കഥകടച്ച് ലോക്ക് ചെയ്തു. മുന്നോട്ട് ചുവട് വെച്ചവൾ പെട്ടെന്ന് തിരിഞ്ഞ് അവനോടായി എന്തോ പറയാനൊരുങ്ങിയതിനെ തടയിട്ടുകൊണ്ടവൻ. പൊന്നുമോൾ കൂടുതൽ വിശദീകരണങ്ങൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇതും നിങ്ങളുടെ അടവാണെന്ന സത്യം ഞാൻ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി കൂടുതൽ എന്തെങ്കിലും ഉപായം നിനക്ക് പറയാനുണ്ടെങ്കിൽ മാത്രം ഞാൻ കേൾക്കാം. പെട്ടെന്നുള്ള അവന്റെ ഡയലോഗിൽ അവൾ അവനെ മിഴിച്ചു നോക്കി. ഓരോ അടവും കൊണ്ട് ഇറങ്ങി വാതോരാന്തെങ്കിലും പറഞ്ഞങ്ങ് നടന്നാൽ മതിയില്ല നിനക്ക്. ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. കാരണം നിങ്ങളെപ്പോൾ തന്നെ ഞങ്ങൾ ഉണ്ണുന്നത് ചോറ് തന്നെയാ. ഉടായിപ്പിറക്കാൻ ഒരാളുടെ മുമ്പിൽ അതിന് സപ്പോർട്ട് ചെയ്യാൻ ബാക്കിയുള്ളവരും. അതിന് ഞങ്ങൾ ഉടായിപ്പൊന്നും ഇറക്കിയില്ലല്ലോ. അവൾ നിഷ്കുവായിട്ടുള്ള അവളുടെ വാക്കിൽ കണ്ണടച്ച് പാറ പിടിക്കുമ്പോൾ അത് മറ്റുള്ളവർ കാണുന്നില്ലെന്നുള്ള ധാരണ അങ്ങ് മാറ്റിയേക്കും മോളെ ആലിയ. നിങ്ങളുടെ വിജയഭാഗത്തോടെയുള്ള പുഞ്ചിരി ഞങ്ങൾ 6 പേരും നല്ല വൃത്തിക്ക് കണ്ടിട്ടുണ്ട്. ഞാൻ പെട്ടു ഗുയിസ്. ആത്മയോടെ നിന്നവൾ പരിങ്ങലോടെ. അത് പിന്നെ പറഞ്ഞുകൊണ്ട് മനസ്സിൽ, ഓ ഗോഡ്, അങ്ങേര് സത്യം മനസ്സിലാക്കിയെന്ന ചെറു സൂചനകൾ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ചാടിത്തുള്ളി ഇങ്ങോട്ട് വരുന്നതിന് പകരം ഞാൻ ആ വഴി നേരെ എങ്ങോട്ടെങ്കിലും വിടുമായിരുന്നല്ലോ എന്ന ആത്മയോടെ മുഖമുയർത്തി നോക്കിയപ്പോഴതാ തന്റെ തൊട്ടുമുന്നിലായി വിജയച്ചിരിയോടെ മീശ വിരിച്ചുകൊണ്ട് നിൽക്കുന്നവൽ കടുവ. മീശ വിരിക്കൽ കുറച്ച് കൂടുതലാ. മിക്കവാറും ഞാനതൊരു കത്രിക വെച്ച് അങ്ങ് കണ്ടിച്ച് കളയും. ആത്മയോടെ പല്ലിയടിച്ച് നിൽക്കുന്നവളെ കണ്ട്. എന്താ ഇനി അടുത്ത അടവിറക്കാനുള്ള ആലോചനയിലാണോ? ഞാനെന്തിനാ അടവിറക്കണം? ഞാനത് ആലോചിച്ചിട്ട് പോലില്ല. ചുമ്മാ ഇല്ലാകാതെ പറയരുത്. ഞാൻ ആലോചിക്കുകയായിരുന്നു എനിക്ക് ഉറക്കം വരുന്നില്ലല്ലോ എന്ന്. അതിനാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നേന്നെ. അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോകാന്ന് പറയാൻ നിൽക്കുമല്ലായിരുന്നോ? എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് വെട്ടിത്തിരിഞ്ഞ് പോകുന്നവളുടെ കയ്യിലായി പിടിച്ചു വലിച്ചവൻ തന്നിലേക്കായി ചേർത്ത് നിർത്തി. ഉത്തരം മുട്ടുമ്പോ ഈ കൊഞ്ഞനം കുത്തുന്ന പരിപാടി നിനക്ക് മാറ്റാറായില്ലേ? പഠിച്ച കള്ളികളാ നിങ്ങള്. കള്ളികളോ? അതിന് ഞാനെന്താ കട്ടെടുത്ത്? പിന്നെ എന്റെ ഹൃദയം കട്ടുകൊണ്ട് പോയിട്ട് ഞാനൊന്ന് അറിയാൻ അടുത്തു വരുമ്പോഴുള്ള ഈ എക്സ്ക്യൂസ് ഉണ്ടാക്കി മുങ്ങുന്ന ഏർപ്പാടുണ്ടല്ലോ. പിന്നെ നീ കള്ളിയല്ലാതെ? അത് കേട്ട് അവനിൽ നിന്ന് കുതിരമാറി അവനെ രൂക്ഷമായി നോക്കി. ഞാനങ്ങനെ ചെയ്യുമ്പോൾ കള്ളിയല്ലേ? നിങ്ങളുടെ ഈ ചാടി കടിക്കുന്ന സ്വഭാവത്തിന് ഞാനൊരു കടുവ വിളിച്ചേന്. നിങ്ങൾ അതെന്താ ചെയ്ത്? കടുവ എങ്ങനെ കടിക്കുമെന്ന് ഞാൻ കാണിച്ചു തന്നിരിക്കുക ലൈവായിട്ട്. നിങ്ങൾ കടുവയല്ലേ മിസ്റ്റർ, ട്രാക്കുളയാ, ട്രാക്കുള. നീ എന്താടി വിളിച്ചേ? ട്രാക്കുളയോ? ഇനി നിനക്ക് ട്രാക്കുള എങ്ങനെയാ ചോരൊടിക്കുന്നതെന്ന് കൂടെ കാണിച്ചു തരണം ഞാൻ എന്ന് പറഞ്ഞ് അവളുടെ കയ്യിലായി പിടിക്കാൻ നിന്നതേ അടുത്തുള്ള ടേബിൾ വെച്ച വെള്ളമെടുത്തവൾ അവന്റെ തലയിലൂടെ കമിഴ്ത്തി. അങ്ങനെ ഒരു നീക്കം അവളിൽ നിന്ന് പ്രതീക്ഷിക്കാതിരുന്നവൻ കണ്ണുമിഴിച്ച് മുഖമുയർത്തി നോക്കി. എന്നാൽ അതിലും പരിതാപകരമായിരുന്ന അവളുടെ അവസ്ഥ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നല്ല തലയിലൂടെ കമിഴ്ത്തണമെന്ന്. ആ ഒരു ഫ്ലോയിൽ വന്നപ്പോൾ അതെടുത്ത് കമിഴ്ത്തിയും പോയി. നനഞ്ഞ കോഴിയെ പോലെ കലിപ്പ് മുഖവും ഫിറ്റ് ചെയ്ത് നിൽക്കുന്നവനെ കണ്ട് അവൾ പരിങ്ങി. അത് പിന്നെ ഭയങ്കര ചൂടല്ലേ, അപ്പൊ കുറച്ച് തണുത്തോട്ടെ എന്ന് കരുതിയാ ഞാൻ അറിയാതെ എടുത്ത് ഒഴിച്ചു പോയത്. എന്തൊക്കെയോ പറഞ്ഞ് മുഴുമിച്ചവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട്. അറിയാതെ ഒഴിച്ചു, അതും ചൂടാണെന്ന് കരുതി അല്ലേ? AC റൂമിലാണ് നിനക്ക് ചൂട്. അതിന് ശരിയല്ലേ, AC ഉണ്ടായിരുന്നു, ഞാൻ ഓർത്തില്ല. അവന്റെ കലിപ്പ് ഫേസ് കണ്ട്. അപ്പോഴല്ലായിരുന്നു ശരിക്കും ഒഴിക്കേണ്ടിയിരുന്നത്, ഇപ്പോഴായിരുന്നു. നോക്കി നിങ്ങളുടെ മുഖം കത്തി ചൊലിക്കുന്ന പോലെ.
വെള്ളല്ലേ ഒഴിച്ച്, അല്ലാതെ അണുബോംബൊന്നുമില്ലല്ലോ ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ. ഇവളെ കൊണ്ട് ഇത് എത്ര കൊണ്ടാലും നിന്റെ നാവിന്റെ നീളത്തിനൊരു കുറവില്ലല്ലോ. പറഞ്ഞു ചെയ്യിക്കാൻ അത് തന്നെ ധാരാളമാണല്ലോ. അത് കരുതി ഞാൻ അടങ്ങിയെന്ന് കരുതല്ലേ. നിന്റെ ഈ പ്രവൃത്തിക്ക് ഒരു പണിഷ്മെന്റ് തന്നിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ആണാണെന്ന് പറഞ്ഞു നടക്കുന്നത് എന്തിനാടി? അതിന് നിങ്ങൾ അതും പറഞ്ഞുകൊണ്ട് നടക്കാൻ ആരെങ്കിലും പറഞ്ഞോ മിസ്റ്റർ? അവന്റെ ഡയലോഗിന് സ്പോട്ടിൽ മറുപടി എടുത്ത് അവൾ ഓടി ബെഡിന് മുകളിലായി കയറി നിന്നു. കൊച്ചിനറിയാം കയ്യിൽ കിട്ടിയാൽ തന്റെ പപ്പും പൂടെയും ബാക്കി കാണില്ലെന്ന്. മര്യാദയ്ക്ക് ഇങ്ങ് താഴോട്ട് ഇറങ്ങുന്നത് നിനക്ക് നല്ലത്. തലയിലൂടെ വെള്ളവും കമ്മി നിൽക്കുന്ന നിൽപ്പണ്ടില്ല അവള്. അത് നിങ്ങൾ കടുവയെ പോലെ ചാടി കടിക്കാൻ വന്നിട്ടല്ലേ? നിന്നോട് ഇനി സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇതിനുള്ള ഡോസ് ഞാൻ ഇപ്പൊ തന്നെ കൈയോടെ അങ്ങ് തന്നേക്കാം എന്ന് പറഞ്ഞ് അവൻ ചുറ്റുപാടെന്തോ തിരയുന്ന കണ്ട് അവളുടെ മിഴികൾ അവന്റെ മിഴികൾ സഞ്ചരിക്കുന്ന ദിശയിലേക്ക് പോയി. അവളുടെ മിഴികൾ തെന്നി നീങ്ങുന്ന സ്പോട്ട് അവൻ ഓടി ബെഡിലേക്ക് ചാടിക്കയറി അവളുടെ കയ്യിലായി പിടിമുറുക്കി. പണിഷ്മെന്റ് തരാനുള്ള ആയുധം തിരികെയാണെന്ന് കരുതി ലിയു ഈ ഒരു നീക്കം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവന്റെ കൈപ്പിടിൽ കിടന്ന കുതിരയെങ്കിലും അവനൊരു കൈയാൽ ഞൊടിയിടയിൽ അവിടെ ഇരു കൈകളും പിടിച്ച് പുറകിലേക്ക് ലോക്ക് ചെയ്ത് പിടിച്ച് മറുകൈ കൊണ്ട് അവിടെ അരയിലൂടെ ചുറ്റി വരിഞ്ഞ് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു വരുത്തി ബെഡിൽ നിന്നായി ഇറങ്ങി. ഇത് വീട്ടുന്നുണ്ടോ എന്ന് കുതിരക്കൊണ്ട് പറഞ്ഞു അവൻ അവളുടെ ചെവിയിലായി കടിച്ച്. വീടാൻ സൗകര്യമില്ലടി കോപ്പേ. അവന്റെ ഡയലോഗിനേക്കാൾ അവൾ വിറച്ചുപോയത് അവന്റെ പല്ലുകൾ അവിടെ കാതിലായി ഇറങ്ങിയ സ്പർശനം കൊണ്ടായിരുന്നു. വെള്ളിടി വെട്ടി കണക്ക് അവൾ നിശ്ചലമായി നിന്നവളെ നോക്കി വിജയിച്ചിരിച്ചുകൊണ്ട് അവൻ ജഗ്ഗിലേക്കായി നോക്കി. അത് ശൂന്യമായത് കണ്ട് ലിയോ ആശ്വാസത്തോടെ ശ്വാസം വിട്ടതേ ഓർമ്മയുള്ളൂ. അങ്ങനെ അങ്ങ് വിടാൻ ഞാൻ ഒരുക്കമല്ലല്ലോ മോളെ ആലിയ മെഹ്റിനെ എന്ന് പറഞ്ഞ് അടുത്ത് സെറ്റ് ചെയ്ത ഫ്രീസറിനടുത്തേക്ക് പോയി ആ തുറന്ന് അതിൽ നിന്നൊരു പിടി ഐസ് ക്യൂബ് കയ്യിലെടുത്തു. അത് കാണെ വീണ്ടും അവളുടെ ഉള്ളിൽ വെള്ളിടി വെട്ടി. ഉടനെ അവന്റെ കൈക്കുള്ളിൽ കിടന്ന് പിടഞ്ഞിറങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്റെ തലവഴി വെള്ളമൊഴിച്ചതല്ലേ, നീയൊന്നറിയ AC-യുടെ തണുപ്പിലെ ഐസ് ക്യൂബിന്റെ രുചി എന്താണെന്ന് എന്ന് പറഞ്ഞ് പിടഞ്ഞുകൊണ്ടിരുന്നവളെ മുറുകെ പിടിച്ച് തന്റെ കൈയുള്ള ഐസ് ക്യൂബ്സ് അവളുടെ ഷർട്ടുള്ളിലേക്കായിട്ട് അവളിലുള്ള പിടിവിട്ട് അകന്നു മാറി. എന്നാൽ അവളുടെ മേലിലൂടെ പെട്ടെന്ന് തണുപ്പുടന്ന് കയറിയതും പൊള്ളി പിടഞ്ഞുപോയി. ഐസ് ക്യൂബിന്റെ തണുപ്പ് അവളുടെ ശരീരത്തിന് അസഹനീയമായി തോന്നിയതും അവൾ തുള്ളിക്കളിച്ചുകൊണ്ടിരുന്നു. ഇവിടെ കാലമാടാ നിങ്ങൾ എന്ത് പണിയായി കാണിച്ച്. എന്തൊരു തണുപ്പാന്നറിയോ? ഇതിന് നിങ്ങളെ പടച്ചോ ശിക്ഷിക്കൂടാ. അങ്ങേരെയും പ്രായിക്കൊണ്ട് അവൾ തുള്ളി എങ്ങനെയെങ്കിലും ഐസ് ക്യൂബ് എടുക്കാൻ നോക്കിയെങ്കിലും അത് അവളുടെ ഇന്നറിനുള്ളിലൂടെ അകത്തേക്ക് പതിച്ചുകൊണ്ട് തന്നെ അവൾക്ക് അതൊരു തരത്തിലും പുറത്തെടുക്കാൻ സാധിച്ചില്ല. കൂടാതെ സ്വെറ്ററും ധരിച്ചിരുന്നു. ഐസ് ക്യൂബ് അലിഞ്ഞു തുടങ്ങിയിരുന്നെങ്കിലും പൂർണ്ണമായും അലിയാതെ നിന്നതിനാൽ തണുപ്പ് കൊണ്ട് അവൾ ഞെളിവിരി കൊണ്ടു. തണുപ്പ് പിന്നെ ഏറി വന്നും അവൾ പെട്ടെന്ന് തന്നെ കൂടുതൽ ചിന്തകൾക്ക് മുതിരാതെ അവൾ സ്വെറ്റർ അഴിച്ചിട്ടിരുന്ന ഷർട്ടിന്റെ ബട്ടണുകൾ പെട്ടെന്ന് തന്നെ അഴിച്ചു മാറ്റി. എന്നാൽ അവൾ തുള്ളിക്കളിക്കുന്നതാണ് അവൾക്ക് കൊടുത്ത പണി ഓർത്തുകൊണ്ട് ചിരിയോടെ നിന്ന ഷാന്റെ ചിരി നിമിഷ നേരം കൊണ്ട് പിടിച്ചു കിട്ടിയ കണക്ക് നിന്നു. തന്റെ മുന്നിലെ കാഴ്ചയിൽ വിശ്വാസം പോലെ എടുക്കാൻ അവൻ മറന്നു നിന്നു. എന്നാൽ ലിയു താൻ ഇട്ടിരുന്ന ഷർട്ട് അഴിച്ച് ബെഡിലേക്കായി ഇട്ടിരുന്നു. അവളിൽ പാന്റും അവശേഷിക്കുന്ന ബാക്കി ഡ്രസ്സിൽ അവിടെ മാറിയിടം കാണെ അവന്റെ തൊണ്ട വറ്റി വരണ്ട് നിന്നുപോയി. ഇന്നറിൽ മാത്രം നിൽക്കുന്നവളെ കാണെ പെട്ടെന്ന് പിടച്ചിലൂടെ തന്റെ മിഴികൾ അവളിൽ നിന്ന് അടർത്തി മാറ്റിയെങ്കിലും അനുസരണയില്ലാത്ത മനസ്സ് തന്റെ മിഴികൾ അങ്ങോട്ട് തന്നെ സഞ്ചരിക്കാൻ പ്രേരിപ്പിച്ചു. ഇതൊന്നും അറിയാതെ അവൾ തണുപ്പ് മാറ്റാനെന്നോണം അടുത്തുള്ള സ്റ്റാൻഡിൽ നിന്നും ടവലെടുത്ത് അവളുടെ ശരീരം തുടച്ചു. അനാവൃതമായ അവളുടെ വയർ ഐസ് ക്യൂബ് കൂടുതൽ സമയോടെ ഉണ്ടായിരുന്നതിനാൽ തണുപ്പത്ത് മരവിച്ച് കണക്കായതും ഇതിനെല്ലാം ഉത്തരവാദിക്ക് നേരെ കലിപ്പിൽ വെട്ടിത്തിരിഞ്ഞു. അവനെ രൂക്ഷമായി നോക്കി കയ്യിലെ ടവൽ ഊക്കോടെ ബെഡിലേക്കായിട്ട്. നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ മനുഷ്യ? പുറത്തും തണുപ്പ് അകത്തും തണുപ്പ്, എന്നിട്ട് ലോഡ് ഐസ് കട്ടി എടുത്ത് എന്നെ അതിന് മുക്കി എടുത്തേക്കുന്നു. തണുപ്പുകൊണ്ട് ഞാൻ ചിലപ്പോൾ 2 ദിവസം വരെ കുളിക്കാതെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നതായിരുന്നു. എന്റെ മേലെയാ നിങ്ങൾ ഐസ് ക്യൂബ് വാരി എറിഞ്ഞ് എന്ന് പറഞ്ഞ് ചവിട്ടി തുള്ളി വന്നതും അവളുടെ വരവിൽ അവൻ പിടഞ്ഞുപോയി. മനുഷ്യനാകെ മരവിച്ചു പോയി എന്ന് പറഞ്ഞ് ചാടിത്തുള്ളി അവിടെ അടുക്കളയിലേക്ക് വന്നവൾ അവൻ ധരിച്ചിരുന്ന അവന്റെ ഷർട്ട് അഴിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള കുഞ്ഞ് ജനാല തുറന്ന് പുറത്തുള്ള ഐസും മഞ്ഞ് വാരിയെടുത്ത് അവനെ നെഞ്ചിലായി തേച്ചു. എന്റെ മേലെ ഐസ് ക്യൂബ് ആയിരുന്നെങ്കിലേ നിങ്ങൾക്ക് ഇതാ വേണ്ടത്. ആ ക്യൂബ് കൊണ്ട് ഇമാതിരി തൊലിക്കട്ടികളും നിങ്ങളുടെ ശരീരത്തിൽ ഏൽക്കില്ല. എന്നിട്ടും പ്രതികരിക്കാതെ തറഞ്ഞു നിൽക്കുന്നവനോടായി. എന്തേ ഇനിയും പ്രതികരിക്കാൻ തോന്നുന്നുണ്ട് നിങ്ങൾക്ക്? സ്വല്പം വെള്ളം ഒഴിച്ചല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് കണ്ണിച്ചോരയുണ്ട് മിസ്റ്റർ. എന്തേ വായും തുറന്നു നിൽക്കുന്നേ? എന്തെങ്കിലും ഒന്ന് പറയൂ, അല്ലെങ്കിൽ കടുവയെ കണക്ക് അടിച്ചു കീറുമല്ലോ. ലീ അവിടെ നിന്ന് ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ടെങ്കിലും അവന്റെ ശ്രദ്ധ മുഴുവൻ അനുസരണയില്ലാത്ത അവളുടെ ശരീരത്തിലുടനീളമായിരുന്നു. എന്താണ് തണുത്തു മരവിച്ച? വേണേ ഞാൻ കുറച്ച് തീക്കട്ട എടുത്തുകൊണ്ട് വരാം ചൂടാക്കാൻ എന്ന് പറഞ്ഞ് പൂച്ചിച്ച് വിട്ടതേ. ഇനിയും നീ ഇങ്ങനെ എന്റെ മുമ്പിൽ നിന്നാലേ ഒരു തീക്കട്ട പോലും എനിക്ക് ആവശ്യം വരില്ല. ഈ തണുപ്പിൽ എന്റെ ഉള്ള മുഴുവൻ ചൂട് പിടിക്കാ പെണ്ണേ. എന്റെ മുന്നിൽ നിന്ന് മാറിയെന്നെങ്കിലേ നിനക്ക് തന്നെയാ പ്രശ്നം എന്ന് പറഞ്ഞ അവൻ മുഖം തിരിച്ചതും. അല്ലേ ചക്ക എന്ന് പറയുമ്പോ മാങ്ങ എന്ന് പറയുന്നോ? ഇപ്പൊ മനസ്സിലായോ എന്നോട് കളിച്ച എങ്ങനെ ഇരിക്കുന്നു? എന്റെ മുഖത്ത് പോലും നോക്കാൻ കഴിയുന്നില്ല. സില്ലി ബോയ്. ഡേബുലേ മുഖത്ത് നോക്കിയാ പിടിവിട്ടു പോകും കോപ്പേ. നിസ്സായാവസ്ഥയുടെ അങ്ങേതിൽ നിന്നുണ്ടാവും പറഞ്ഞതും അവൾക്കുണ്ടോ വല്ലത് ഏൽക്കുന്നു. വീട്ടുപോയ അങ്ങ് വീടണം മിസ്റ്റർ പൂച്ചിച്ചതും. ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞ് ശ്വാസം വലിച്ചു വിട്ട് അവളുടെ പുച്ഛത്തോടെയുള്ള മുഖഭാവം കൂടി കാണെ കൂടുതൽ ചിന്തകൾക്ക് നിൽക്കാതെ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് തന്നിലേക്കായി ചേർത്ത് ഇറുകെ പുണർന്നു അവൻ. അവന്റെ നഗ്നമായ ശരീരത്തിലേക്ക് അവളുടെ ശരീരം ചേർന്ന് നിന്നു. അവനിൽ അവളുടെ ശരീരത്തിലേക്ക് തണുപ്പ് അരിച്ചു കയറി. ആ തണുപ്പിൽ അവൾ മിഴികൾ വെറുതെ അടച്ചതും അടുത്ത നിമിഷം ഞെട്ടലോടെ മിഴികൾ വലിച്ചു തുറന്ന് അവൾ അവനിൽ നിന്നും പിടഞ്ഞു മാറി തന്നെ നോക്കിയതേ പകച്ചുപോയി.
പാന്റ് മാത്രം ധരിച്ചുകൊണ്ടാണ് താൻ അവനോട് ചേർന്ന് നിന്നെന്ന ആലോചന അവളിൽ വിറയൽ പടർത്തി. നടുക്കത്തോടെ മുഖമുയർത്തിയ അതേ നിമിഷം തന്നെ അവന്റെ കണ്ണുകളിൽ പടർന്ന ഭാവത്തിൽ പിടഞ്ഞവളെ അവൻ വീണ്ടും തന്റെ ശരീരത്തിലേക്കായി ചേർത്ത് പുണർന്നു. അവളുടെ മാറിട അവന്റെ ശരീരത്തിലായി അമർന്നു. അവന്റെ മിഴികൾ അടഞ്ഞുപോയി. അവളുടെ നഗ്നമായ ഇടുപ്പിലൂടെ അവന്റെ കൈകൾ ചുറ്റി വരിഞ്ഞു. കഴുത്തിലേക്കായി മുഖം ചേർന്നും അവിടെ നിന്നൊരു വശ്യമായ ഗന്ധത്തിൽ അവന്റെ മനസ്സ് കൈവിട്ടുപോയിരുന്നു. അവളുടെ ഹൃദയമിടിപ്പ് തന്റെ നഗ്നമായ ഹൃദയം തൊട്ടറിഞ്ഞതും അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് വെച്ച് അവിടെ ആഴത്തിൽ ചുണ്ട് ചേർത്തു. അവൻ പുണർന്നപ്പോൾ നിശ്ചലമായ അവളുടെ കൈകൾ അവന്റെ അതരത്തിന്റെ ചൂടിന്റെ ഫലമായി കൈകൾ ഉയർന്ന് അവൻ ഇരുവശവും പുണർന്നു. തന്റെ നഗ്നമായ പുറത്ത് അവളുടെ കൈവിരലുകൾ പതിഞ്ഞതും അവന്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് പതിച്ചു വെച്ച് അവിടെയായി ആഴത്തിൽ കടിച്ചു വലിച്ച് നുണഞ്ഞു. നിന്നെടുത്തുനിന്ന് ഉയർന്നു പൊങ്ങിയിരുന്ന അവൾ അതേ സ്പോട്ടിൽ അവൻ അവളെ എടുത്തുയർത്തി. അവളുടെ കാലുകളെ തന്റെ അരയിലായി പിണച്ചു വെച്ച് പൊടുന്നനെ വെട്ടിത്തിരിഞ്ഞ് അവളെ ചുമരോട് ചേർത്ത് നിർത്തി. ഷാൻ ഉറക്കെ വിളിച്ചെങ്കിലും അതിൽ വിറയൽ കടന്നു വന്നിരുന്നു. എന്താ ചെയ്യുന്നേ? വിറയലോടെയുള്ള അവളുടെ ചോദ്യത്തിന് മറുപടി പോലും പറയാതെ അവന്റെ ചുണ്ട് അവളെ ചുണ്ടിനെ പൊതിഞ്ഞിരുന്നു. ആവേശത്തോടെ അവൻ അവളെ ചുംബിക്കവേ അവന്റെ കൈകൾ അണിവരയിലൂടെ അവനെ ചലിച്ചു തുടങ്ങി. പൊള്ളിപ്പിടഞ്ഞവളിലേക്കായി കൂടുതൽ ചേർന്ന് നിന്നവന്റെ അത്തരം ആവേശത്തോടെ കഴുത്തിലേക്കായി താഴ്ന്ന് കടിച്ചു നുണഞ്ഞു. കഴുത്തിൽ നിന്ന് മുഖം മാറ്റാതെ അതിരവടമാകെ ചലിപ്പിച്ചുകൊണ്ട് തന്നെ അവൻ അവളുമായി ബെഡിലേക്ക് നടന്ന് അതിലേക്കായി ചായ്ഞ്ഞ നിമിഷം തന്നെ അവന്റെ ചുണ്ടുകൾ അവളുടെ മാറിലായി പതിഞ്ഞതും പിടച്ചിലോടെ ഉയർന്നു പൊങ്ങി അവളെ ബെഡിലേക്കായി പതിച്ചു ചേർത്ത് ആത്മനിയന്ത്രണം നഷ്ടമായ കണക്ക് അവളിൽ അവന്റെ ചുണ്ട് ഇടതടവില്ലാതെ സഞ്ചരിച്ചു. അവന്റെ ഓരോ ചുംബനത്തിൽ അവൾ പിടഞ്ഞു പൊങ്ങി. ഷാൻ വേണ്ട, കിതപ്പോടെ പറഞ്ഞവളുടെ ശബ്ദം നേർത്തുപോയിരുന്നു. അവന്റെ ചുമ്മന ചൂട് താങ്ങാൻ കഴിയാതെ വന്നതും ഇരുകയ്യാൽ അവനെ തന്നിൽ നിന്നും തള്ളിയകറ്റിയവൾ കിതച്ചു. തന്റെ പ്രവൃത്തിയിൽ തടസ്സം നേരിട്ടും കിതപ്പോടെ മിഴികൾ ഉയർത്തി നോക്കവേ കൂമ്പിയിടാൻ വെമ്പിയ മിഴികളോടെ കിടക്കുന്ന തന്റെ പെണ്ണിനെ കാണെ അവനിൽ പ്രണയം പതിഞ്ഞുയർന്നു. ലിയോ, ഐ നീഡ് യു. ഷാൻ എന്ന് വിളിച്ചവളുടെ താടിത്തുമ്പലായി നുണഞ്ഞെടുത്തവൻ കാതോരം. ഐ റിയലി നീഡ് യു. ഹസ്കി വോയിസിൽ പറവേ ആൾക്കുള്ളിലൂടെ വിറയൽ കടന്നുപോയി. ലിയോ ചോദ്യഭാഗത്തോടെ വിളിക്കുന്നവന്റെ കൈവിരലുകൾ അവളുടെ ഉയർച്ച താഴ്ചകളിലൂടെ ചലിച്ചുകൊണ്ടിരുന്നു. അവളിൽ നിന്ന് തെല്ലുന്നുയർന്നവൻ അവളെ വിളിച്ച് മുഴുമിക്കും മുമ്പേ അവളുടെ മിഴികളിൽ തെളിഞ്ഞ സമ്മതഭാവത്തിൽ അവന്റെ ഹൃദയമിടിപ്പ് വേഗത്തിൽ കുതിച്ചുയർന്നു. അവളിൽ അവൻ അറിയാനുള്ള ആഗ്രഹം കൂടുതൽ മിഴിവോടെ തെളിഞ്ഞിരുന്നുകൊണ്ട് തന്നെ സമ്മത അവളുടെ മുഖത്തായി ഇരച്ചുകയറിയ ചുവപ്പിൽ തന്നെ തെളിഞ്ഞു നിന്നു. അവളുടെ മിഴികളിലേക്ക് നോക്കിക്കൊണ്ട് നിന്നവൻ കൈ അവളുടെ അണിവയറിലേക്കായി ചേർത്ത് വെച്ചതും അവന്റെ സ്പർശനത്തിൽ കൂമ്പി അടഞ്ഞു പോയവളുടെ മിഴികൾ അവനിൽ അവൾ അറിയാനുള്ള ആവേശം നിറച്ചു. ഉള്ളിൽ നിറഞ്ഞ ആഗ്രഹത്തോടെ അവന്റെ ചുണ്ട് അവളുടെ നാഭിച്ചുഴിയിലായി അമർന്നു. കുറുകിലോടെ ഇടുപ്പ് വളച്ചുയർന്നതേ ആ ഗ്യാപ്പിൽ ഇടുപ്പിലൂടെ കൈയാൽ ചുറ്റി വരിഞ്ഞ് പൊതിഞ്ഞ് പിടിച്ചുയർത്തി നാവിനാൽ നാഭിച്ചുഴിയുടെ ആഴമളന്നതും വിറച്ചു പോയിരുന്നവൾ അവന്റെ ചുംബന അവളിൽ ഇടതടവില്ലാതെ അവളിലൂടെ ഒഴുകി മുന്നേറി. പിന്നീട് തോരാമഴ പോലെ അവളിലേക്കായി അവൻ പെയ്തിറങ്ങി. ഒന്നായി തീർന്ന ആലസ്യത്തിൽ മിഴികൾ കൂമ്പി അടഞ്ഞു പോയവളെ തന്നിലേക്കായി പൊതിഞ്ഞ് പിടിച്ച് നെഞ്ചോട് ചേർത്ത് നെറ്റിത്തടത്തിൽ അമരെ മുത്തിയ കാതോരം പതിഞ്ഞ സ്വരത്തിൽ ഐ ലവ് യു ലിയോ എന്ന മന്ത്രണത്തിൽ അവളുടെ ചുടിയിൽ പുഞ്ചിരി വിരിഞ്ഞ് ഒന്നുകൂടെ അവന്റെ നെഞ്ചിലേക്കായി ചേർന്നുകൊണ്ട് അവൾ മിഴികളടച്ചു. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനും പതിയെ ഉറക്കിലേക്ക് വഴുതി വീണു. ശ്രീ അവളെയും വിളിച്ച് ശ്രീക്ക് പുറകെ അകത്തോട്ട് കയറി കഥ കടിച്ച ദക്ഷ് ശ്രീയുടെ കയ്യിലായി കയറി പിടിക്കും മുമ്പ് ഞൊടിയിലായി അവൾ കൈ വലിച്ചെടുത്തു. നോക്ക് ദക്ഷ്, രൂക്ഷമായ നോട്ടത്തോടെ പറഞ്ഞു തുടങ്ങിയവളെ തടഞ്ഞുകൊണ്ട്. അറിഞ്ഞൊന്ന് നോക്കാൻ നീ എനിക്കൊരു അവസരം തരുന്നില്ലല്ലോ ഭാര്യയെ. കുസൃതി ചിരിയാല പറയുന്നവനെ പല്ലിയടിച്ച് നോക്കി. ഇങ്ങനെ കൊണ്ട് ആത്മിക്കവേ ശ്രീ എന്ന അവന്റെ വിളി ഗൗനിക്കാതെ അവൾ ഷെൽഫ് തുറന്ന് ടവലെടുത്ത് ഉടുത്ത് മാറാനുള്ള ഡ്രസ്സും എടുത്ത് നേരെ വാഷ്റൂം കഥക് തുറന്നു കഥയിലായി പിടിച്ചു വെച്ചവൻ. ശ്രീ കൂടുതൽ ഗൗരാഭിനയൊന്നും വേണ്ട, കൈയെടുത്ത് പോ മനുഷ്യ എന്ന് പറഞ്ഞ് ഡോറിൽ കൈവച്ചിരുന്നവന്റെ കൈ തട്ടി മാറ്റിയ സ്പോട്ടിൽ അവൾ അതിനകത്തേക്ക് ചാടിക്കയറി കഥ കടച്ചിരുന്നു. ശ്രീ നീ പെണ്ണേ പെട്ടെന്ന് ചാടിക്കയറി കഥ എടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവൻ അവൾക്ക് തെല്ലൊന്ന് ശബ്ദമുയർത്തി വാതിൽ ലൂക്കോടെ കൊട്ടി. ഡോ കെട്ടിയോനെ അവിടുന്ന് വാതിൽ അള്ളിപ്പിടിക്കാൻ പോവാൻ നോക്ക്. അവളുമാരൊന്നും കണ്ടില്ലേലും അക്കുവിന്റെ അടവ് നിങ്ങൾ കണ്ടെന്നുള്ളത് ഞാൻ കണ്ടായിരുന്നു. സോ ഇനി എന്നെ പ്രതീക്ഷിക്കേണ്ട, മോൻ വേഗം പോയി ചാച്ചിക്കോ. നീ എന്താടി ഇതിനകത്താണ് ഉറങ്ങാൻ പോകുന്നത്? അവൾ അകത്തായതിന്റെ ഫ്രസ്ട്രേഷൻ അവൻ പല്ലിൽ കടിച്ചു ചേർത്തു. അതെ, അതെന്താ ഇവിടെ ഇറങ്ങിയ? ഇവിടെ നല്ല വൃത്തിയും വലിപ്പമുണ്ട്. ഞാൻ ഇരുന്ന് നേരം വെളുപ്പിച്ചോളാം. കിടക്കാനാണെങ്കിൽ ബാത്ടബും ഉണ്ട്. വേറെ എന്ത് വേണം എനിക്ക്? അവളുടെ ഡയലോഗിൽ കലിപ്പേറിയവൻ ഊക്കോടെ കഥകിലടിച്ച് ബെഡിൽ പോയിരുന്നു. എന്നാൽ അകത്ത് അങ്ങനെ വാതിൽ ചവിട്ടി പൊളിക്കോ? അവിടെ ഇരിക്കട്ടെ, പെട്ടെന്ന് ഇറങ്ങിയിട്ടെന്തിനാ? എനിക്ക് അറ്റാക്ക് വരുന്ന പണി ഞാൻ തന്നെ വിളിച്ചു വരുന്നതിന് തുല്യാവും. എന്തായാലും സാവധാനം കുളിക്കാം, അതിനിടയിൽ അങ്ങനെ ഉറങ്ങിക്കോളൂ എന്ന് സ്വയം പറഞ്ഞവൾ ഉടുത്തുമാറാനുള്ള ഡ്രസ്സ് ആംഗറിലായി വെച്ച് ഉടുത്തിരുന്ന ഡ്രസ്സ് അഴിച്ചു മാറ്റി കയ്യിലുള്ള ടവൽ കൊണ്ട് മാറിലൂടെ കെട്ടിവെച്ച് ഷവർ ഓൺ ചെയ്തവൾ പതിയെ അതിന് ചുവട്ടിലായി നിന്നു. എന്നാൽ ഇങ്ങ് പുറത്ത് ദക്ഷ് കൊപ്പത്തി നൈസായിട്ട് മുങ്ങിയേക്കുന്നു.
എന്ന് സ്വയം പറഞ്ഞ് നിൽക്കുന്നതിനിടയിലാണ് അവനെന്തോ കാര്യം മനസ്സിൽ കത്തിയത്. ഉടനെ തന്നെ അവിടെ ചുമരിന്റെ ഒരു ഭാഗത്തുള്ള കർട്ടൻ വകഞ്ഞു മാറ്റി അങ്ങോട്ടേക്കുള്ള ഗ്ലാസ് ഡോർ വന്ന് വെളിയിലിറങ്ങി. ആ റൂമിനോട് ചേർന്ന് വിശാലമായ ഒരു ഓപ്പൺ ടെറസ് പോലെയുള്ള സ്ഥലമായിരുന്നു അവിടെ. കുഞ്ഞു ടേബിളും അതിനടുത്തായി രണ്ടുപേർക്ക് ഇരിക്കാൻ സാധിക്കുന്ന സ്വിംഗ് ചെയറും ഹാങ് ചെയ്തിരുന്നു. കൂടാതെ അത്യാവശ്യം പ്ലാന്റ്സും കുറച്ച് മാറി പൂളുമുള്ള വലിപ്പമേറിയ ഒരു ഓപ്പൺ ഏരിയ. അവൻ പുറത്തോട്ട് ഇറങ്ങി വലതുവശത്തുള്ള ഭാഗത്തെ കർട്ടൻ വകഞ്ഞു മാറ്റിയപ്പോൾ അവിടെ അതാ ഒരു ഡോറ്. മഹാദേവ, ഇത് ഓപ്പൺ ആയിരിക്കണേ. അവൾക്കിട്ടൊരു പണി കൊടുത്തില്ലെങ്കിൽ ഞാൻ അതിക്തക്ഷ അല്ലാണ്ട് പോയില്ലേ. ആത്മയോട് അവൻ അവിടെയുള്ള കഥ ഹാൻഡിൽ പിടിച്ച് വലിച്ചു അത് തുറന്നു വന്നു. അത് ഓപ്പൺ ഏരിയയിൽ നിന്ന് വാഷ്റൂമിനകത്തേക്കുള്ള ഡോറായിരുന്നു. റൂമിനകത്തു നിന്നും പൂളിൽ നിന്നുമായിട്ട് വാഷ്റൂമിലേക്ക് ഡോറുണ്ടായിരുന്നു. നീ ഇതിൻ്റെ ഉള്ളിൽ അടയിരിക്കുന്ന എനിക്കൊന്ന് കാണല്ലോ എന്ന് പറഞ്ഞ് കൈ തെറുത്ത് കയറ്റി പല്ലുകടിച്ച് അകത്തേക്ക് കയറി മുന്നോട്ട് നടന്നു. അവിടുത്തെ കാഴ്ചകൾ ദക്ഷ ശ്വാസമെടുക്കാൻ പോലും കഴിയാത്ത രീതിയിൽ തറഞ്ഞു നിന്നുപോയി. തനിക്ക് മുന്നിലെ കാഴ്ചയിൽ അറിയാതെ അവൻ ഉമിനീരിറക്കിപ്പോയി. അവന്റെ മിഴികൾ അനുസരണയില്ലാതെ തനിക്ക് മുന്നിലെ കാഴ്ചയിലൂടെ ഒഴുകി നടന്നു. புதுவெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலா உடல் நனைகின்றது. புதுவெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலா உடல் நனைகின்றது. இங்கு சொல்லாத இடம் கூட குளிர்கின்றது, மனம் சூடான இடம் தேடி அலைகின்றது. മോളിപ്പാട്ടും പാടി നമ്മുടെ സ്ത്രീ ഷവറിന്റെ ചോട്ടിൽ നിന്ന് നനയുകയാണ്. ദക്ഷാകത്തോട്ട് വന്നൊന്നും അറിയാത്ത മാരക പാട്ട് കച്ചേരിയിലാണ് കക്ഷി. നിറഞ്ഞ ശരീരഭാഗങ്ങളെല്ലാം എടുത്തു കാണുന്ന തരത്തിൽ നിൽക്കുന്നവളെ കാണെ നിന്ന് നിൽപ്പിൽ അവൻ വിയർത്തുപോയി. മുന്നോട്ട് പോണോ തിരികെ ഇറങ്ങിപ്പോണോ എന്നറിയാതെ അവൻ അവിടെ നിന്നു. അനുസരണയില്ലാതെ അവന്റെ മിഴികൾ അവളിലേക്ക് തന്നെ പതിഞ്ഞുകൊണ്ടേയിരുന്നു. മിഴികൾ അവളിൽ നിന്ന് ചലിപ്പിക്കാൻ പോലും കഴിയാതെ അവളിൽ ലയിച്ചു നിന്നു. അവളുടെ രൂപം അവന്റെ ഹൃദയതാളം കൂട്ടി. യാന്ത്രികമായി അവൻ താനെ തന്റെ ഷർട്ടിന്റെ ബട്ടൺസ് അഴിച്ചെടുത്ത് ഷർട്ട് അഴിച്ച് നിലത്തോട്ടിട്ടു. അകത്തു വന്ന് രണ്ട് നെടുനീളം ഡയലോഗ് അടിക്കാൻ ഉദ്ദേശിച്ചു വന്നവന്റെ ഡയലോഗ് പോയിട്ട് ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാതെ തൊണ്ടക്കുഴിയിൽ നാവ് തടഞ്ഞു നിന്നു. യാന്ത്രികമായി അവൻ അവൾക്കടുക്കിലേക്കായി നടന്നെടുത്തു. എന്നാൽ സ്ത്രീ ഷവർ ഓഫ് ചെയ്ത് ഷാമ്പു മുടിയിൽ പുരട്ടി വീണ്ടും ഷവർ ഓൺ ചെയ്തു. ഷാമ്പു പത അവളുടെ ശരീരത്തിലൂടെ ഒഴുകിയിറങ്ങുന്നതിലൂടെ അവന്റെ മിഴികൾ ഒഴുകി നടന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.